ചേച്ചി, കേരളത്തിൽ വലിയ ബുദ്ധിജീവിയെ അവകാശപ്പെടുന്ന ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ എയറിലാണ്. ഇനി എന്തെങ്കിലും താഴെ ഇറങ്ങുമോ? ബ്രിട്ടാസിനെ സംബന്ധിച്ചിടത്തോളം ശ്രീജിത്ത് എയറിൽ ഇറങ്ങുന്നത് കാര്യം വളരെ സംശയമാണ്. ബ്രിട്ടാസ് എന്ന് മാത്രമല്ല, കുംഭമേളയെ കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു അസ്വസ്ഥതയും ചൊറിച്ചിലുമാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ ഇത്രയും കോടിക്കണക്കിന് ജനം വരുന്ന ഒരു പരിപാടിയാണ് കുംഭമേള എന്ന് പറയുന്നത്. അവസാന കണക്കനുസരിച്ച് 37 ലക്ഷത്തിലധികം വന്നു. അതെ, വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ആളുകൾ വരുന്നു, അവിടെ കൃത്യമായ ഒരു സംഘടനാ സംവിധാനം നടക്കുന്നു, ഒരു സംസ്കാരത്തെ വിളിച്ചോതുന്നു, ലോകം മുഴുവനുള്ള ആളുകൾ അവിടെ എത്തുന്നു. മതമില്ല, ജാതിയില്ല, വേർതിരിവുകളില്ല. ഇതൊക്കെ മറികടന്നുകൊണ്ട് നമ്മളൊരു മനുഷ്യനാണ്, വെറും മനുഷ്യരാണ്, പണത്തിനും സ്ഥാനമാനങ്ങൾക്കും ഒക്കെ മീതെ വെറും മനുഷ്യനായ ഒരു ജന്മം നമുക്കുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു വൈവിധ്യപൂർണമായ ഒരു സംസ്കാരമാണ് കുംഭമേള എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കുംഭമേളയെ രാഷ്ട്രീയം വെച്ച് കളിക്കുകയാണ് ബ്രിട്ടാസ് എന്ന് പറയുന്ന കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയുടെ അനുഭാവി, അങ്ങനെ തന്നെ പറയണം. ഒരു MP ആണെങ്കിൽ പോലും അദ്ദേഹം അതിന്റെ ക്വാളിറ്റി പലപ്പോഴും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ടല്ലോ, അദ്ദേഹം വലിയ ബുദ്ധിജീവിയാണ്. അതെ, കാരണം പിണറായിയോടൊപ്പം പോയി ഇംഗ്ലീഷ് എല്ലാം പറഞ്ഞു കൊടുക്കും. കാരണം പിണറായിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് വിദേശത്തെല്ലാം പോകുമ്പോൾ ഇദ്ദേഹം കൂടെ പോകുന്ന പതിവെല്ലാം ഉണ്ട്. അത് വെച്ചായിരിക്കും ഇനി അവിടെ പോയി പ്രസംഗിച്ചു. അതെ, അങ്ങനെ തന്നെയായിരിക്കും. അദ്ദേഹം എന്തോ സംഭവമാണ്, ഞാൻ എന്തോ ഭയങ്കര പിണറായിക്ക് വരെ എഴുതി കൊടുത്ത് വായിപ്പിച്ചു കൊടുക്കുന്ന, ഞാൻ പറയുന്നതനുസരിച്ചാണ് പിണറായി കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെയുള്ള ഒരു തോന്നല് ഈ ജോൺ ബ്രിട്ടാസിനോട്. ഈ ബ്രിട്ടാസിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഈ ഹജ്ജിനോ ഉംറയ്ക്കോ പോട്ടെ, ഇനി ക്രിസ്ത്യാനികളുടെ ഏതെങ്കിലും ഒരു പരിപാടിക്കോ പോയി ഇത്തരത്തിൽ ഒരു എന്താ പറയുക, ഒരു പരാമർശം നടത്താൻ ബ്രിട്ടാസിന് ധൈര്യമുണ്ട്? നമ്മൾ വെല്ലുവിളിക്കുകയാണ് ബ്രിട്ടാസിനെ. ഇത്തരത്തിൽ ഒരു ഹജ്ജിന് പോകുന്നവർക്കെതിരെ ഒരു വാക്ക് സംസാരിക്കാൻ ജോൺ ബ്രിട്ടാസിന് ധൈര്യമുണ്ട്? ഇല്ല. അപ്പോൾ ഹിന്ദുക്കളുടെ നെഞ്ചത്ത്, ഇത് ഹിന്ദുക്കളുടെ ഒരു സംസ്കാരത്തിൽ ഊന്നിയുള്ളതല്ല കുംഭമേള എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ വൈവിധ്യമാർന്ന പലരും വരുന്നുണ്ട്, പലരും സന്യാസിയായി തിരിച്ചു മടങ്ങുന്നവരുണ്ട്, വൈറലാകുന്നവരുണ്ട്. ഇപ്പോൾ മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സിനിമയിലേക്ക് പോകുന്നു, അവളുടെ ജീവിതം തന്നെ മാറി മറിയുകയാണ്. അപ്പോൾ അങ്ങനെ നിരവധി പേരാണ് ആ കുംഭമേളയ്ക്ക് എത്തുന്നത്. മാത്രമല്ല, നമുക്ക് എത്ര കോടിയുടെ ലാഭമാണ് അതുവഴി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ UP ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്, BJP സർക്കാരാണ്. അതുകൊണ്ട് ഇതിലൂടെ അവർ വീണ്ടും അധികാരത്തിൽ വരുമോ എന്നുള്ള ബ്രിട്ടാസിന്റെ ഭയമാണ്. ബ്രിട്ടാസ് പറയുന്നത്, പ്രധാനമന്ത്രി ഇന്ത്യയിൽ കുളിക്കുന്നു, മറ്റുള്ളവർ കുളിക്കുന്നു, പക്ഷെ അവിടുത്തെ സംഘടനാ സംവിധാനങ്ങളൊന്നും ശരിയല്ല. കുംഭമേള BJP ഒരു സ്വകാര്യ സ്വത്തായി വെച്ചിരിക്കുന്നു. BJPയുടെ ഒരു സ്വകാര്യ സ്വത്തല്ല കുംഭമേള എന്നുള്ളതാണ് ആദ്യം കോൺഗ്രസും കോൺഗ്രസും CPM മനസ്സിലാക്കാനുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗംഗയിൽ പോയി മുങ്ങിക്കുളിച്ചു, യോഗി ആദിത്യനാഥ് മുങ്ങിക്കുളിച്ചു, അമിത്ഷാ മുങ്ങിക്കുളിച്ചു, ആ വെള്ളം കോരി കുടിച്ചു. കുറെ വർഷങ്ങൾക്ക് മുൻപ്, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന 2014 മുൻപ്, നമുക്ക് ആർക്കെങ്കിലും ഗംഗയിൽ പോയി, മലിനമായി കിടക്കുന്ന ഗംഗയിൽ പോയി നമുക്ക് ആർക്കെങ്കിലും കുളിക്കാനോ, നമ്മുടെ എന്തെങ്കിലും ഈ ഗംഗയിൽ കുളിച്ചാൽ മോക്ഷം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ചെയ്ത പാപം തീരുമെന്നല്ല പറയുന്നത്, നമ്മുടെ വിഷ്ണുപാദം പോകും. അതാണ് ഹിന്ദു ആചാരപ്രകാരമുള്ള വിശ്വാസം. അതാണ് നമ്മൾ ചെയ്ത പാപമെല്ലാം ഗംഗയിൽ പോയി കുളിച്ചാൽ തീരും എന്നുള്ളതല്ല. നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമായി ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്, ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ വിഷ്ണുപാദം, മരണം കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും ആഗ്രഹം വിഷ്ണുപാദം പോകണം എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വിഷ്ണുപാദം പോകാൻ ആഗ്രഹമുള്ള ആർക്കെങ്കിലും പോയി ഗംഗയിൽ കുളിക്കാൻ കഴിയുക. ഇപ്പോ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗംഗയെ കൃത്യമായി ശുദ്ധീകരിക്കാനും അവിടെ ഇടുന്ന ഓരോ പൂക്കളായാലും ഭക്തർ കൊണ്ടർപ്പിക്കുന്ന ഓരോ സാധനങ്ങളും സമയാസമയം തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യാനും ഗംഗയെ കൃത്യമായി അത് നിയന്ത്രിച്ച് സംഘടനാ സംവിധാനത്തിലൂടെ കൊണ്ടുപോകാനും UP സർക്കാരിന് കഴിയുന്നുണ്ട്. അതിപ്പോ കോൺഗ്രസ് ഭരിച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്താലും നമ്മൾ അത് അംഗീകരിക്കുക തന്നെ ചെയ്യും. ഒരു സംഘടനാ ഇപ്പൊ 2 ലക്ഷത്തോളം ആളുകൾ ശബരിമലയിൽ വരുന്നുണ്ട്. ശബരിമലയിൽ എത്ര മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ആളുകൾ ദർശനം നടത്തുന്നത്? എത്ര മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ആളുകൾ നെയ്യഭിഷേകം നടത്തുന്നത്? എന്ത് സംഘടനാ മികമാണ്! എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകും. എല്ലാ തീർത്ഥാടന കാലത്ത് എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒരു വിവാദം ഉണ്ടാകും. കാരണം ഏത് സർക്കാരാണോ ഭരിക്കുന്നത് ആ സർക്കാരിന് ഒരു സംഘടനാ മികവുണ്ട്. ആ പ്രശ്നത്തെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഇനിയും ആ സർക്കാർ തന്നെ വരുമോ എന്നുള്ള ഭയം കൊണ്ട് പലരെയും, ഇപ്പോ നമ്മുടെ ചില ഇടതുപക്ഷ ചിന്താഗതിയുള്ള മാധ്യമങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, അവരാരും കുംഭമേളയെ കുറിച്ച് പറയില്ല. പക്ഷേ കുംഭമേളയിൽ അപകടം നടന്നപ്പോൾ ബ്രേക്കിംഗ് ആയിരുന്നു പല മാധ്യമങ്ങൾക്കും എന്നുള്ളത് നമുക്കതെല്ലാവരും കണ്ടതാണ്. കുംഭമേളയിൽ എന്തെങ്കിലും നല്ലത് നടന്നാൽ
അത് പറയാൻ ഇവിടെ ആളില്ല എന്നുള്ളതാണ്. അപ്പോൾ ബ്രിട്ടാസിനോട് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഗംഗാജലത്തിൽ പോയി കുളിച്ച് ഒരു അസുഖം വന്നാൽ ആ അസുഖത്തിനുള്ള മരുന്നും ഇന്ത്യ കണ്ടുപിടിക്കുന്നുണ്ട്. ഇന്ത്യ അതിലും മുൻപന്തിയിൽ തന്നെയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു വൈറസ് ഇന്ത്യയിലേക്ക് കടത്തി വിട്ടു കഴിഞ്ഞപ്പോൾ ലോകരാജ്യം മുഴുവൻ ഒരു വൈറസിന്റെ കെണിയിൽപ്പെട്ട് ലോകം മുഴുവൻ അവസാനിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഓരോ സൈഡിൽ നിന്ന് ഓരോരുത്തർ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ വാക്സിൻ കണ്ടുപിടിച്ച് ജനങ്ങളെ രക്ഷിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി. അല്ല, പണ്ട് കേരളത്തിലും വാക്സിൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, അത് ഇതുവരെ പിണറായി വിജയൻ നിർമ്മിച്ച വാക്സിൻ എവിടെയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുക്കള പുറയ്ക്കകത്ത് ഇപ്പോഴും സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്. അത് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് വരാനും പോകുന്നില്ല. അത് എന്തിനാണ് ആ വാക്സിന്റെ കള്ളക്കഥയൊക്കെ പറഞ്ഞു വിട്ടതെന്നൊക്കെ നമുക്കറിയാം. ഇപ്പൊ ബ്രിട്ടാസിനെ മാത്രമല്ല, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അഖിലേഷ് യാദവ് വരെ ഗംഗാജലത്തിൽ വന്ന് മുങ്ങിക്കുളിച്ച് സ്നാനം ചെയ്തിട്ട് പോയ ആളാണ് പ്രതിപക്ഷ നേതാവ് വരെ. അപ്പോ അത്തരത്തിൽ പ്രതിപക്ഷം കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഒരു സംസ്ഥാനത്ത് ഇത്രയും കോടി ആളുകൾ വരുന്നത്. 45 കോടി ആളുകൾ വരുമെന്ന് പറഞ്ഞിടത്ത് ഈ വർഷം 48 കോടിയിലധികം ജനങ്ങൾ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ BJPയുടെ സ്വകാര്യ സ്വത്തായിട്ടോ BJP നടത്തുന്ന ഒരു പരിപാടിയായിട്ടോ നിങ്ങൾ കാണാതിരിക്കൂ. അപ്പൊ നിങ്ങൾ അതിന്റെ നല്ല വശങ്ങൾ കൂടി കാണൂ. ഇപ്പൊ ആർക്കും 100% പെർഫെക്റ്റ് ആവാൻ കഴിയില്ല. എല്ലാവർക്കും അവരവരുടേതായ കുറവുകളും കുറ്റങ്ങളും തെറ്റുകളും എല്ലാം ഉണ്ട്. ആരും 100% പെർഫെക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഈ ബ്രിട്ടാസിന്റെ ഈ പ്രസ്താവന അത്ഭുതപ്പെടുത്തുന്നുണ്ടോ? കാരണം മുൻപ് ഗണപതിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്, സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിട്ടുണ്ട്, പിന്നെ ഗണപതി ഹോമവുമായി ബന്ധപ്പെട്ട് അവർ എല്ലാ കാലത്തും ഇത്തരം പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതിലും എന്തെങ്കിലും പുതുമയുണ്ടോ? ഇല്ല, പുതുമ എന്ന് പറഞ്ഞാൽ ഗണപതി മിത്താണെന്ന് ഷംസീർ സ്പീക്കർ പറഞ്ഞു. ഗണപതി മിത്ത ആ സമയത്ത് ഒരുപാട് വിവാദമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗണപതിയുടെ അമ്പലത്തിൽ പോകാതിരിക്കാനോ ഒരു സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ ഒരു ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ ഗണപതിയെ കാണാൻ പോകാതിരിക്കുന്നുണ്ടോ? ഇവരാരും എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ ചിന്തിക്കുന്നില്ലേ? നമ്മളൊക്കെ ഇപ്പം നമ്മളാരും നമ്മൾ ക്രിസ്ത്യൻ മതത്തെ ബഹുമാനിക്കുന്നുണ്ട്, മുസ്ലിം മതത്തെ ബഹുമാനിക്കുന്നുണ്ട്, ബുദ്ധമതത്തെ ബഹുമാനിക്കുന്നവരാണ്, ഹിന്ദു മതത്തെ ബഹുമാനിക്കുന്നവരാണ്, എല്ലാ മതത്തെയും ബഹുമാനിക്കുന്നവരാണ്. പക്ഷെ ഇവർക്കാർക്കെങ്കിലും അള്ളാഹുവിനെ പരാമർശിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഉള്ള ധൈര്യമുണ്ടോ? യേശു ക്രിസ്തുവിനെ വിമർശിക്കാനോ പരാമർശിക്കാനുള്ള ധൈര്യം ഇവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ബ്രിട്ടാസിന്റെ മകളുടെ വിവാഹത്തിന്റെ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം പള്ളിയിൽ വെച്ചല്ലേ നടത്തിയത്. അപ്പോ ഒരു സംസ്കാരത്തെ മാത്രം അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം എപ്പോഴും അവരുടെ നെഞ്ചിൽ കയറിയിരുന്ന പൊങ്കാല ഇട്ടാൽ അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. അതുകൊണ്ട് നമുക്ക് എന്തും അവരെ പറയാം, എന്തും കാണിക്കാം. ഇവിടെ സ്ത്രീകൾ ശബരിമലയിൽ ഒരു പെണ്ണുങ്ങളും പറഞ്ഞില്ല ഇവിടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീകളും പറഞ്ഞില്ല ഞങ്ങൾക്ക് ശബരിമലയിൽ കയറണമെന്ന്. പക്ഷേ ഇടതുപക്ഷ സർക്കാരിന് പെണ്ണുങ്ങളെ ശബരിമലയിൽ കയറ്റിയാലേ നവോത്ഥാനം ഉണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ അവസാനം ഈ പോയ പെണ്ണുങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായി? രഹ്ന ഫാത്തിമയുടെ അവസ്ഥ എന്തായി? ബിന്ദു അമ്മണിയുടെ അവസ്ഥ എന്തായി? ഇവരൊക്കെ ഇപ്പൊ ഇവിടെ എവിടെയാണ്? ഇവരുടെയൊക്കെ ജീവിതം ഏത് വഴിക്കാണ് പോയത്? ഇവർ തന്നെ തുറന്നു പറച്ചിലുകൾ നടത്തേണ്ട ഗതികേടുണ്ടായി. അപ്പോ ഹിന്ദുക്കളെ എന്തും പറയാനുള്ള ഇവരുടെ ഒരു മടിയുമില്ല. അതായത് ഹിന്ദുവിന്റെ നെഞ്ചത്ത് കയറിയാൽ ഒരു തരത്തിലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, അവരാരും ഞങ്ങളെ ഒന്നും പറയാൻ വരില്ല, ഞങ്ങൾക്ക് അവരുടെ ഹിന്ദുക്കളെയും BJPയും എന്തും പറയാം. BJP നിങ്ങൾ എന്തും പറഞ്ഞാൽ ഞങ്ങളുടെ വിഷയമല്ല. പക്ഷേ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന കുറെ ആളുകളെ കുറെ പറയുമ്പോൾ അവർ പ്രതികരിക്കാൻ തുടങ്ങും. ആ പ്രതികരണം ഒരുപക്ഷെ ബ്രിട്ടാസ് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.